Hi all, welcome you all to Econometrica. I am Kavya. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് BECC 1110 ചോദിച്ചിട്ടുള്ള കുറച്ച് എക്കണോമിക് ടേംസും അതുപോലെ കുറച്ച് ചോദ്യങ്ങളുമാണ്. Let's start. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കുറച്ച് ടേംസ് ആണ്. അതിൽ വന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പവർ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് is the probability of correctly rejecting a null hypothesis when it is false. നമ്മൾ ഒരു റിസർച്ചിന്റെ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ബേസിക്കലി രണ്ട് തരത്തിലുള്ള ഹൈപ്പോത്തസിസുകളാണ് വരുന്നത് അല്ലെ. ഒന്ന് എന്താണ് നൾ ഹൈപ്പോത്തസിസ് ഉണ്ട്, രണ്ടാമത്തത് നമുക്ക് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഉണ്ട്. എപ്പോഴും നമ്മുടെ റിസർച്ചിന്റെ മേഖലയിൽ നമ്മൾ എഴുതുന്നത് നൾ ഹൈപ്പോത്തസിസ് ആയിരിക്കും. H0 എന്നാണ് അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് ഫോമിലാണ് നമ്മൾ ബേസിക്കലി അതിനെ പ്രോസസ് ചെയ്യാറുള്ളത്. നമ്മുടെ റിസർച്ചിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നൾ ഹൈപ്പോത്തസിസ് തെറ്റായിരിക്കുന്ന സമയത്ത് അതിനെ റിജക്റ്റ് ചെയ്യുക തന്നെ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുക. ഇതിന് നമ്മൾ വേറൊരു രൂപത്തിൽ പറയും ടൈപ്പ് 2 ഇററിനെ അവോയ്ഡ് ചെയ്യുക എന്നും പറയും. ടൈപ്പ് 1 എന്താണ്, ടൈപ്പ് 2 എന്താണ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർച്ചിന്റെ പെർസ്പെക്റ്റീവില് നൾ ഹൈപ്പോത്തസിസ് തെറ്റാണെന്ന് വിചാരിക്കാം. ആ തെറ്റായ കാര്യത്തിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുക തന്നെയാണെങ്കിൽ അതിനെയാണ് പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത്. പവർ ഓഫ് എ ടെസ്റ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1 മൈനസ് ബീറ്റ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ ഇവിടെ പ്രോബബിലിറ്റി ആയിട്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പിൾ സൈസ്, അതുപോലെ നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവല്, നമ്മുടെ വേരിയബിലിറ്റി ഓഫ് ഡാറ്റ. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പലതരത്തിലുള്ള ഡാറ്റ സെറ്റുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഫ്രം വൺ പെർസ്പെക്റ്റീവ് ഓൺ ടു അനദർ പെർസ്പെക്റ്റീവ് ആണ് വരുന്നത്. ഇറ്റ് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. നമ്മൾ ഒരു എക്സ് എന്ന് പറയുന്ന സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിച്ച ഡാറ്റ ആയിരിക്കില്ല വൈ എന്ന് പറയുന്ന സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇറ്റ് ഡിഫേഴ്സ്. അപ്പൊ അതിന്റെ ബേസിസിലും നമ്മളുടെ നൾ ഹൈപ്പോത്തസിസിലെ മാറ്റങ്ങൾ വരും. അപ്പൊ ആ മാറ്റങ്ങൾക്കനുസരിച്ചും എന്ത് സംഭവിക്കാം, പവർ ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നതിൽ ഫ്ലക്ച്വേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 1 എററിനെ നമ്മൾ ആൽഫ എറർ എന്നും ടൈപ്പ് 2 എററിനെ ബീറ്റ എറർ എന്നുമാണ് പറയുന്നത്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് എ ട്രൂ നൾ ഹൈപ്പോത്തസിസ്. അതായത് ട്രൂ ആയിട്ടുള്ള ഒരു നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന കണ്ടീഷനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റഡിയിൽ ഫോർമുലേറ്റ് ചെയ്ത നൾ ഹൈപ്പോത്തസിസ് ശരിയാണ്. നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിലാണ് നൾ ഹൈപ്പോത്തസിസ് രേഖപ്പെടുത്താറുള്ളത്. ആ ഫസ്റ്റ് ചാപ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നൾ ഹൈപ്പോത്തസിസ് അത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ചില കാരണങ്ങളാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, അതിനെ റിജക്റ്റ് ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് ശരിയായിരുന്നു, പക്ഷെ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. കൺക്ലൂഡിങ് എ ഡ്രഗ് വർക്ക്സ് വെൻ ഇറ്റ് ഡസന്റ്. അതായത് ഒരു ഡ്രഗുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. അവിടെ എന്താ വരണേ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് അവിടെ നൾ ഹൈപ്പോത്തസിസിന്റെ കേസിലേക്ക് വരുമ്പോ അത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മുടെ സ്റ്റഡിയിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ എന്താ, ഫെയിലിംഗ് ടു റിജക്ട് എ ഫോൾസ് നൾ ഹൈപ്പോത്തസിസ്. നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് തെറ്റായിരുന്നു, പക്ഷെ എന്നിരുന്നാലും ആ നൾ ഹൈപ്പോത്തസിസ് ശരിയാണെന്ന് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അത് വളരെ ഇറർ ആയിട്ടുള്ള, വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോസ് ചെയ്യുന്നത് അല്ലെ. തെറ്റായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ ടൈപ്പ് 2 എറർ. കൺക്ലൂഡിങ് എ ഡ്രഗ് ഡസ് നോട്ട് വർക്ക് വെൻ ഇറ്റ് ഡസ്. അതായത് ശരിക്ക് ഒരു പെർട്ടിക്കുലർ ഡ്രഗ് നല്ല ഡ്രഗ് തന്നെയാണ്, പക്ഷെ നല്ല ഡ്രഗ് അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുക. ഇതിന്റെ റിവേർട്ട് കണ്ടീഷൻ ആണ് ടൈപ്പ് 1 എററിൽ വരുന്നത്. Next is Chow test. Chow test is used to determine whether the relationship between variables in a regression model differs between two groups or periods.
typically used in econometrics to check for structural breaks. ചോർട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിഗ്രഷൻ മോഡലുകൾ എഴുതുന്ന സമയത്ത് ആൽഫ പ്ലസ് ബീറ്റ 1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതാറുണ്ടല്ലോ. അത് എഴുതുന്ന സമയത്ത് നമുക്ക് വേരിയബിൾസ് ഇപ്പൊ 2 ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ 2 പീരീഡ്സ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ പഠിക്കാൻ എടുക്കുന്ന വേരിയബിൾസിൽ എങ്ങനെയാണ് ഫ്ലക്ച്വേഷൻസ് വരുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ മെയിലിന്റെ കൺസംഷനെയും നമ്മൾ ഫീമെയിലിന്റെ കൺസംഷനെയും കുറിച്ച് വി ആർ മേക്കിംഗ് എ കമ്പാരറ്റീവ് സ്റ്റഡി എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്ന എന്താ, ഈ റിഗ്രഷൻ മോഡലുകൾ അല്ലെങ്കിൽ ഇവിടെ ഇവരുടെ കൺസംഷൻ പാറ്റേൺ അപ്പൊ കൺസംഷൻ എന്ന് പറയുന്നതാണ് അവിടെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഒരു സെക്ഷന്റെ കൺസംഷൻ മറ്റൊരു സെക്ഷന്റെ കൺസംഷൻ പാറ്റേണിൽ എങ്ങനെ ഡിഫർ ചെയ്യുന്നു, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, വി ആർ മേക്കിംഗ് ആൻ അനാലിസിസ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ചോർട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അക്കാക്കി ഇൻഫർമേഷൻ ക്രൈറ്റീരിയ, AIC ടെസ്റ്റ് എന്ന് പറയും. ഇവിടെ എന്താ വെച്ചാൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് മെഷർ ചെയ്യാനും മോഡൽ കോംപ്ലക്സിറ്റി മെഷർ ചെയ്യാനുമാണ് അക്കാക്കി നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് പലപ്പോഴും നമ്മൾ റിസർച്ചിന്റെ ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളുകള് കൃത്യമായി നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എക്സിസ്റ്റ് എന്നതിനെ കുറിച്ച് അല്ലെ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ പെൻ ആസ് എ ഫങ്ഷൻ ഓഫ് എന്താണ് നമുക്ക് പറയാം, പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ്, ഇൻകം, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഈ ഫാക്ടേഴ്സിന് ദേ ആർ കോൾഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ദിസ് ഇസ് കോൾഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ അല്ലെ. നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് കറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് എന്ന് പറയാനായി പറ്റൂ അല്ലെ. അതേപോലെ പലപ്പോഴും നമ്മൾ മോഡൽസിന്റെ റെപ്രസെന്റേഷൻസിലേക്ക് പോകുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള എൻവിറോൺമെന്റ്സ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള എൻവിറോൺമെന്റ്സ് വരുമ്പോഴും നമുക്ക് അക്കാക്കി ഇൻഫർമേഷൻ ക്രൈറ്റീരിയ ഉപയോഗിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോണത് പുതിയൊരു കോൺസെപ്റ്റ് ആണ്, ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി അല്ലെ. ഇങ്ങനെ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ദ റെമീഡിയൽ മെഷേഴ്സ് ഫോർ ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി എന്ന്. ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ റിഗ്രഷൻ മോഡലിലുള്ള ഇറർ ടേമുകള് കോൺസ്റ്റന്റ് അല്ലാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സിന്റെ അസംഷൻസ്, ഒരുപാട് അസംഷൻസ് ഉണ്ട് അല്ലെ, ആ അസംഷൻസിനെ വയലേറ്റ് ചെയ്യുമ്പോഴാണ് ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റി എന്നുള്ള പ്രോബ്ലം അറൈസ് ചെയ്ത് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും അൺറിലയബിൾ ആയിട്ടുള്ള സോഴ്സസ് അല്ലെങ്കിൽ അൺറിലയബിൾ ആയിട്ടുള്ള ഡാറ്റ സെറ്റിലേക്ക് റിസൾട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇല്ലാതാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെഷേഴ്സിൽ ഒന്ന് യൂസ് റോബേഴ്സ് സ്റ്റാൻഡേർഡ് എറർ. ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വൈറ്റ് സ്റ്റാൻഡേർഡ് എറർ. ഇവിടെ ബേസിക്കലി എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് നമ്മളെ ഇത് സഹായിക്കുന്നുണ്ട്. റിഗ്രഷൻ മോഡലുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാതെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ എറർ നൊട്ടേഷൻ, നമ്മുടെ ഈ ഒരു റിഗ്രഷൻ മോഡലില് സ്റ്റാൻഡേർഡ് എറേഴ്സ് എങ്ങനെയാണ് വരുന്നത്, നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്നതും അതേപോലെ നമുക്ക് കിട്ടുന്ന റിസൾട്ടും തമ്മിൽ ഇസ് ദർ ലാർജ് എമൗണ്ട് ഓഫ് റെസ്ട്രിക്ഷൻസ് ഓർ ചേഞ്ചസ്. അപ്പൊ അത് അറിയാനാണ് വി യൂസ് റോബസ്റ്റ് സ്റ്റാൻഡേർഡ് എറർ മെക്കാനിസം. നെക്സ്റ്റ് ട്രാൻസ്ഫോം ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ. അതായത് പലപ്പോഴും നമുക്ക് വളരെ കൃത്യമായിട്ട് ഡാറ്റ സെറ്റുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് കമ്പ്യൂട്ടേഷനിലേക്ക് എത്താനായിട്ട് നമ്മൾ ലോഗരിതമിക്, ആ ഇന്റൻസിറ്റി അറിയാനാണ് ലോഗരിതമിക് വാല്യൂസ് അപ്ലൈ ചെയ്യുന്നത്. സോ വെൻ യു അപ്ലൈ ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു റിഗ്രഷൻ മോഡൽ ഉണ്ടെങ്കിൽ ആ റിഗ്രഷൻ മോഡലിലേക്ക് ലോഗരിതം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് ഒറിജിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്താലും we will get prompt result. നെക്സ്റ്റ് വെയ്റ്റഡ് ലീസ്റ്റ് സ്ക്വയർ ആണ്. നമ്മൾ ഒബ്സർവേഷൻസ് എടുക്കുന്നു, ആ ഒബ്സർവേഷൻസിലേക്ക് വെയ്റ്റ്സ് അറൈവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായിട്ട് ഹെറ്ററോസ്കെഡാസ്റ്റിസിറ്റിന്റെ ഇറേഴ്സിനെ കുറിച്ചും അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചും നമുക്ക് അറിയാനായി സാധിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള വേരിയബിൾസ് എക്സ്, വൈ, സെഡ് ഇങ്ങനെ വേരിയബിൾസ് ഉണ്ടാവും. അപ്പൊ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് വലിയ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ ലോവർ വെയിറ്റ് ആണ് നമ്മൾ അവിടെ പ്രോസസ് ചെയ്യേണ്ടത്. ആൻഡ് സെഡിന് ഭയങ്കര ഇമ്പാക്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ പ്രോസസ് ചെയ്യേണ്ടത് ഹയർ
വെയിറ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേരിയൻസ് കോവേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റിയിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ജനറലൈസ്ഡ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഹോപ്പ് ഹിൽ ഹെൽപ്പ് യു. താങ്ക് യു.